ഞാനേ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്, ഞാൻ ഓൺലൈനിൽ നമ്മുടെ കുറച്ച് ചെടികളുടെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഫ്ലോക്സ്, പിറ്റൂണിയ, അതുപോലെ തന്നെ ഹാങ്ങിങ് വിങ്ക, ഇങ്ങനെയുള്ള ചെടികളുടെയൊക്കെ ഇപ്പോൾ നമുക്ക് പാകി പിടിപ്പിച്ച് ഈ ഒരു മഴ മാറുമ്പോഴേക്കും നമ്മുടെ വീട്ടിൽ ചെടികൾ പൂക്കളുടെ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഇതാണ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ സീഡ് വന്നിട്ട് എനിക്ക് തോന്നുന്നു സീഡുകളൊന്നും നമ്മൾ അധികം നാളൊരു 5-6 മാസം കഴിയുമ്പോഴേക്കും പാകിയില്ലെങ്കിൽ അത് പിടിക്കില്ല. 6 മാസമൊന്നും പാടില്ല, 3 മാസമൊക്കെ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ പുതിയ ഫ്രഷ് വിത്ത് വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ ഞാൻ സ്ഥിരം വാങ്ങാറുള്ളത് ഷീസ് ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു സെല്ലറുടെ അടുത്തു നിന്നാണ്. അപ്പോൾ എനിക്ക് കൊറിയർ വന്ന ഈ ഒരു സ്പീഡ് പോസ്റ്റിൽ വന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വിത്തുകൾ ഇതിനകത്ത് കൂടുതലും വിങ്ക, ഫ്ലോക്സ്, നമുക്ക് പെട്ടെന്ന് പൂക്കുണ്ടായി കിട്ടുന്ന, നമുക്ക് പെട്ടെന്ന് മുളച്ച ചെടിയിൽ പൂവുണ്ടാവുന്ന പിറ്റൂണിയ, അതൊക്കെയാണ്. അപ്പോൾ മഴ മാറി ഇനി പിറ്റൂണിയയ്ക്ക് പറ്റിയ സമയമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ഇത് പരിചയപ്പെടുത്താണ്. ഈ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വിത്തുകൾ മേടിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് പാകിയിരിക്കുന്നത് നമ്മുടെ മണ്ണും മണലും ചകിരിച്ചോറും മാത്രം മിക്സ് ചെയ്ത് കട്ടയും കല്ലൊക്കെ പറക്കി കളഞ്ഞ്, ഇനി മണൽ കിട്ടാനില്ലെങ്കിൽ സാധാ മണ്ണ് മതി. അതിനകത്ത് കട്ടയൊന്നും ഉണ്ടാവാതെ നല്ല മണൽ പോലെയുള്ള മണ്ണെടുത്ത് അതിനകത്തായിരിക്കണം നമ്മൾ പാകേണ്ടത്. അപ്പോൾ ഇതുപോലെ മണ്ണൊക്കെ ഒരുക്കി അത് നല്ലൊരു വിസ്താരമുള്ള പാത്രത്തിൽ നമുക്ക് പാകാം. പാകുമ്പോൾ ഇതേപോലെ കുറച്ച് മണ്ണെടുത്ത് വിത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പടർത്തിയിടാണെങ്കിൽ എത്രയും അത് പെട്ടെന്ന് തന്നെ നമുക്ക് മുളച്ച് കിട്ടും, എല്ലാം മുളച്ച് കിട്ടും. അപ്പോൾ ഞാൻ ഫ്ലോക്സൊക്കെ നേരത്തെ പാകി അത് പിടിപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ സ്പ്രേ ചെയ്യണം, വെള്ളം കൊടുക്കാവൂ, വെള്ളം കൂടാനും പാടില്ല. അപ്പോൾ ഇതേപോലെ വിത്ത് വേണ്ടവർ ഒന്ന് മേടിച്ചു. അപ്പോൾ ഞാൻ വാങ്ങിയ വിത്തുകളൊന്ന് കാണിച്ചു തരാം. ഇത് വെർബീന പ്ലാന്റിൻ്റെ വിത്താണ്. ഇത് സ്റ്റാർ പിറ്റൂണിയുടെ വിത്താണ്. ഇത് വിങ്ക റോസിൻ്റെ, ടാറ്റോ സാധാരണ വിങ്ക റോസിൻ്റെ. അതുപോലെ ഇത് ഹാങ്ങിങ് വിങ്കയുടെ. ഇപ്പോൾ 2 തരം വിങ്കയുടെ ഉണ്ട്. ഇത് നമ്മുടെ സീനിയ, ഇത് വാടാർമല്ലി മിക്സ്. ഇത് നമ്മുടെ കോസ്മോസ് ആണ് കേട്ടോ. കോസ്മോസിൻ്റെ വിത്ത് നമുക്ക് മുളയ്ക്കും, പക്ഷേ പൂക്കളുണ്ടായി കിട്ടുന്നത് കുറച്ച് അപൂർവമാണ്. ഇത് മിക്സഡ് പിറ്റൂണിയ. അതുപോലെ ഇത് റെഡ് വാടാർമല്ലി, ഇത് ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു കേട്ടോ. റെഡ് വാടാർമല്ലി, ഫ്ലോക്സിൻ്റെ. അപ്പോൾ ഇതുപോലത്തെ ഉള്ള വിത്തുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക കേട്ടോ. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് ഏത് വിത്ത് വേണമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ പിന്നീട് തരാം കേട്ടോ. പാകി വെച്ചിട്ടുള്ളൂ. 2 ദിവസത്തേക്ക് ഒന്ന് തടലുള്ള ഭാഗത്ത് വയ്ക്കാം. പിന്നെ ഒന്ന് മുളച്ച് വരുമ്പോൾ നമുക്ക് പാർഷ്യലി വെയിലുള്ളിടത്ത് വെച്ചിട്ട് വളർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.